എറണാകുളം കളമശ്ശേരിയിൽ ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റി വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു. എറണാകുളത്ത് അവിടെ നിന്ന് തൃശ്ശൂരിലേക്ക് പോവുകയായിരുന്ന ട്രെയിനാണ് അപകടത്തിൽപ്പെട്ടത്. തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ വൈകും എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ നൽകും. വിഷ്ണു, എന്താണ് അവിടെ സംഭവിച്ചത്? അത് ഈ ട്രെയിൻ ഗതാഗതത്തെ കാര്യമായി ബാധിക്കുമോ? ഈ തൃശ്ശൂരിലേക്കും ഒക്കെയുള്ള ട്രെയിനുകൾ വൈകുമോ? വൈകുന്നേരങ്ങളിൽ കൂടുതൽ ട്രെയിൻ ആ ഭാഗത്തേക്കുള്ളതാണല്ലോ. എന്താണ് വിവരങ്ങൾ? വിജയകുമാർ, ഈ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും വൈകും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏകദേശം 4 മണിയോടുകൂടിയാണ് ഈ അപകടം സംഭവിച്ചത്. അതായത് ഈ FACTയിലെ ഷണ്ടിങ് ട്രെയിനാണിത്. ഈ ഗുഡ്സ് വസ്തുക്കൾ, FACTയിലെ വസ്തുക്കൾ കൊണ്ടുപോകുന്ന ട്രെയിനാണ്. ആ ട്രെയിനാണ് പാളം തെറ്റിയത്. അതിന്റെ എഞ്ചിൻ ഭാഗം പോസ്റ്റിലേക്ക്, ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയാണ്. അതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ മേഖലയിലാണ് ഈ അപകടം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തേക്ക്, അതായത് തൃശ്ശൂരിലേക്ക് പോകുന്ന ട്രെയിൻ ലൈൻ പൂർണ്ണമായും അത് തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ സിംഗിൾ ലൈനായാണ് ട്രെയിനുകൾ കടത്തിവിടുന്നത്. ഡൗൺ ലൈൻ ഉണ്ട്, അതായത് തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന, എറണാകുളത്തേക്ക് വരുന്ന ആ ലൈൻ മാത്രമാണ് നിലവിൽ പ്രവർത്തന സജ്ജമായിട്ടുള്ളത്. അതിലൂടെ തന്നെയാണ് 2 വശത്തേക്കുമുള്ള ട്രെയിനുകൾ കടത്തിവിടുന്നത്. സ്വാഭാവികമായും ഇതിന്റെ ഒരു ഡിലേ ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ ഈ അപകടത്തിൽ, അതായത് പാളം തെറ്റിയ ഈ ഷണ്ടിങ് ട്രെയിൻ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം സമയം, അതായത് ഒരു 3 മണിക്കൂർ നീണ്ട പ്രൊസീജിയറാണ്. 5:30 വരെ സമയമെടുക്കുമെന്നാണ് റെയിൽവേ പറയുന്നതെങ്കിലും അതിൽ കൂടുതൽ സമയം നീളാനുള്ള സാധ്യതയുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത, ഔദ്യോഗികമായ ഒരു വാർത്താക്കുറിപ്പ് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. സം ഓപ്പറേഷണൽ ഇഷ്യൂസ് എന്ന് മാത്രമാണ് റെയിൽവേയുടെ വന്നിട്ടുള്ള പ്രതികരണങ്ങൾ. അങ്ങോട്ടേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. നേരത്തെ നമ്മൾ അവിടെ എത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ സിംഗിൾ ലൈനിലൂടെയാണ് ട്രെയിൻ കടത്തിവിടുന്നതുകൊണ്ട് അവിടെ നിന്ന് മാധ്യമങ്ങളെ മാറ്റുകയായിരുന്നു. നിലവിൽ ഇപ്പോൾ ഇത് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ, അതായത് ഈ തകരാറിലായ പാളം തെറ്റിയ എഞ്ചിൻ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. റെയിൽവേ പോലീസുണ്ട്. ഒരു വശത്തുകൂടി ഈ റെയിൽ ഗതാഗതം നടക്കുന്നുമുണ്ട്. അല്പസമയം മുമ്പാണ് വന്ദേ ഭാരത് ഇവിടെ നിന്ന് യാത്ര തിരിച്ചത്. ഏകദേശം അരമണിക്കൂറോളം വന്ദേ ഭാരത് ഈ ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് അവിടെ പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം അല്പസമയം മുമ്പാണ് വന്ദേ ഭാരത് ഇവിടെ നിന്ന് പുറപ്പെട്ടു പോയത്. അവിടെ നിന്ന്, അതായത് തൃശ്ശൂരിൽ നിന്നുള്ള തൃശ്ശൂർ ഭാഗത്ത് നിന്ന് എറണാകുളത്തേക്ക് വരുന്ന ട്രെയിനുകൾ ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്തു നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ ആ പ്രദേശത്ത് പിടിച്ചിട്ടിരിക്കുകയാണ്. ഇവിടുത്തെ സ്ഥിതിഗതികൾ ഓക്കെ ആയ ശേഷം മാത്രമേ അവിടെ നിന്ന് വാഹനങ്ങൾ വിട്ട് നൽകുകയുള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ സിംഗിൾ ലൈൻ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അതായത് തൃശ്ശൂർ ഭാഗത്തേക്കും എറണാകുളം ഭാഗത്തേക്കും വരണമെങ്കിൽ ഈ സിംഗിൾ ലൈൻ തന്നെ ഉപയോഗിക്കേണ്ടി വരും. സ്വാഭാവികമായും അത് വലിയ കാലതാമസം, ഈ ട്രെയിനുകൾ വരുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ സമയം എടുക്കുമെന്നാണ് ഇപ്പോൾ റെയിൽവേ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവർ ലഭ്യമാക്കുന്ന വിവരം. ഏകദേശം ഒരു 3 മണിക്കൂർ ഡിലേ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്താണ് അപകടത്തിന് കാരണമായതെന്ന് വ്യക്തമല്ല. ഇപ്പോൾ ഈ കാണുന്ന ഈ എഞ്ചിൻ ഇടിച്ചു കിടക്കുന്ന ഭാഗം, അതാണ് ഈ പാളം തെറ്റിപ്പോയത്. അത് FACTയിൽ നിന്ന് ഗുഡ്സുമായി തിരികെ വരുമ്പോഴാണ് ഈ പാളം തെറ്റിപ്പോയ സംഭവം ഉണ്ടായത്. നിലവിൽ ഈ ട്രെയിനിനെ തിരിച്ച് ട്രാക്കിലേക്ക് കയറ്റുക എന്നുള്ളത് സാധ്യമായ നടപടിയല്ല. അതുകൊണ്ട് തന്നെ ക്രെയിൻ ഉപയോഗിച്ച് വലിച്ച് ഇത് FACT ഭാഗത്തേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അത് പക്ഷേ ഒരു ശ്രമകരമായ ദൗത്യമാണ്. കുറേയേറെ സമയം വേണ്ടിവരും. പ്രത്യേകിച്ച് ഈ ട്രെയിൻ ഈ റെയിൽപാളത്തിൽ നിന്ന് ഇടിച്ച് മൺതിട്ടയിലേക്ക് കയറിയിട്ടുണ്ട്. അവിടെ സ്റ്റക്കായി ഇരിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇത് മാറ്റുക എന്നുള്ളത് വലിയൊരു ദൗത്യം തന്നെയാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഇതിന്റെ മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്ന ആളുകളുമാണ് അതിനുവേണ്ടിയിട്ടുള്ള പ്രാഥമിക നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ ക്രെയിനടക്കം എത്തിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ, ഏകദേശം ഒരു 3 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കാനാകും എന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. വിജയം, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.